ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പുള്ളതാട്ടോ. എന്റെ താത്താടെ വീട്ടിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പുട്ട് പോലെ രാത്രിയിലെ ഭക്ഷണത്തിനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പരിപ്പറിയും ആട്ടോ. ചോറ് ഇരിപ്പില്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ 15 മിനിറ്റില് ചപ്പാത്തിയും പരിപ്പറിയും റെഡിയാക്കാം. നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായ പൊടിയുടെ പകുതിയോ അല്ലെങ്കിൽ മുക്കാ ഭാഗമോ മാത്രം ആദ്യം എടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഗോതമ്പൊടി വെള്ളത്തിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2 കപ്പിന് 1 കപ്പൊക്കെയാണ്. ഞാൻ ആദ്യം 1.5 കപ്പ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്ന് കുഴച്ച ശേഷം അതിലേക്ക് പൊടിയിട്ട് കുഴച്ച് പാകാക്കി എടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ബലത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അതുപോലെ ബലമായിരിക്കും. പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചേക്കണേ കേട്ടോ. ഇപ്പൊ ഇത് പൊടിയും വെള്ളമൊക്കെ പാകാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി പലകയുടെ വലിപ്പം അനുസരിച്ച് അതിൽ പരത്തി കഴിഞ്ഞാൽ നിൽക്കാൻ കണക്കിനനുസരിച്ചുള്ള ഉരുളകളാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അതവിടെ മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് പരിപ്പ് അടുപ്പത്തേക്ക് ഇടാം കേട്ടോ. പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ടെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് പരിപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു മീഡിയം തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് കുക്കറിലൊന്ന് വേവിക്കുക. 2-3 വിസിൽ മതിയാവും. ഓരോ കുക്കർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പരിപ്പ് വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളുണ്ടാവില്ല. ഇച്ചിരി ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം. അതാണ് ഇവിടെയൊക്കെ ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ചപ്പാത്തിക്ക് പരത്തിയെടുക്കാം കേട്ടോ. എനിക്ക് ചപ്പാത്തിയുടെ പരത്തണ കോലിന് ഇച്ചിരി തടി വേണം. ഇത് തീരെ കനം കുറഞ്ഞിരുന്നിട്ട് കരുത്താൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കണം. അതിന് മുമ്പ് പരിപ്പറി ഒന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കലങ്ങിയിട്ടൊന്നുമില്ല. ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകാക്കി വെക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി 2 അടുപ്പിലും ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ചട്ടിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മറി പെട്ടെന്ന് തന്നെ മറിക്കണം കേട്ടോ. ഒന്ന് വാടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിടാം. അതിനുശേഷം ചപ്പാത്തി കുക്കാവുന്ന വരെ ആ ചട്ടിയിൽ ഇടാം. ചപ്പാത്തി നന്നായിട്ട് കുക്കായ ശേഷം തിരിച്ചിട്ടെടുത്ത് ഇതുപോലെ ഒന്ന് പൊളിപ്പിച്ചെടുക്കാം കേട്ടോ. 3-മത്തെ മറി നിങ്ങൾ ഗ്യാസ് അടുപ്പിലേക്ക് ഡയറക്റ്റ് വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിച്ചിട്ടും അതത്ര ഹെൽത്തി അല്ല എന്നൊക്കെയാണ് പറയണേ. ചട്ടിയിൽ വെച്ച് തന്നെയാണെങ്കിലും പൊളിച്ച് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്ക് കറി തളിക്കാനായിട്ട് ഉള്ളി നന്നാക്കി എടുക്കാം. കുറച്ചധികം ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇതൊന്ന് ചതച്ചെടുക്കണം. പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ടെടുക്കുക. ഉള്ളി നന്നായിട്ട് മൂക്കണ വരെ ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി മുളക് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റിയ ശേഷം പരിപ്പറി ഇട്ടെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തിയും പരിപ്പറി റെഡിയായി. ഞങ്ങളുടെ വീട്ടിൽ ചോറിനാണെങ്കിലും കറിക്കൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ ഈ പരിപ്പറി. ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് 2 വേപ്പിലയും കൂടി ഇടാന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നതാണ്. പുറത്ത് പോയി എടുക്കാനുള്ള മടിയും കൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.